Okay. Change the order of integration and hence evaluate integral 0 to 1 integral x square to 2 minus x dy dx. നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അതിലെ എക്സിന്റെ ലിമിറ്റ് എന്താ പറഞ്ഞിട്ടുള്ള എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ അല്ലെ? ഇനി എക്സ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ദിസ് ലൈൻ അല്ല. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു ലൈനും വരച്ചു. ഇനി y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഉണ്ട്, പോലെ 2 മൈനസ് എക്സ് ഉണ്ട്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ നിങ്ങൾക്ക് അറിയാം, ഒരു പരാബോളയാണ്. ഓക്കെ, അത് ഈ 1 ടച്ച് ചെയ്യില്ലേ? കാരണം എക്സ്, നമുക്ക് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി നോക്കുക. ഓക്കെ, 0 കൊടുത്താൽ 0 ആണ്, കാരണം y സ്ക്വയർ y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. 1 കൊടുത്തു കഴിഞ്ഞാൽ 1 സ്ക്വയർ, അതായത് 1 തന്നെ. 2 കൊടുത്തു കഴിഞ്ഞാൽ 4. അതാണ് ആ ഗ്രാഫ് വരുന്നത്. അപ്പൊ ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ എന്തുണ്ട്? ഇത് ടച്ച് ചെയ്ത് നിൽക്കും. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 2 മൈനസ് എക്സ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ പോയിന്റ്സ് ഒന്ന് കൊടുത്തു നോക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? വൈയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, ഞാൻ 1 കൊടുത്തു. 1 കൊടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ 1 പോയിന്റ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ പാസ് ചെയ്യും. ഇനി ഞാൻ 2 കൊടുക്കണം, മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ 2 കൊടുക്കുന്നത്. 2 കൊടുത്തു നോക്കിയേ, y 2 മൈനസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0. അതായത് ഇവിടെ 0 2 എന്ന് പറഞ്ഞ പോയിന്റിലും ഇവിടെ 2 0 എന്ന് പറഞ്ഞ പോയിന്റിലും ഇത് ടച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 1 ഇങ്ങനെ ടച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആണേ, കറക്റ്റ് ആയി വരച്ചു നോക്ക്. നമുക്കിതെല്ലാം ഉൾക്കൊണ്ട റീജിയൻ ഏതാണ് വരുന്നത്? ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ അവർ ക്വസ്റ്റ്യനിൽ തന്നതനുസരിച്ചിട്ട് എന്താണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്? ഇതാ ഇങ്ങനെ 0 to 1ഉം പിന്നെ y ചേഞ്ച് ചെയ്യുന്നത് എക്സ് സ്ക്വയർ തൊട്ടിട്ട് ഇതുവരെ അല്ലെ. കാരണം ഈ ലൈൻ എന്താണ്? നിങ്ങളുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, ഇപ്പുറത്ത് y ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലിമിറ്റ് ചേഞ്ച് ആക്കണം. ലിമിറ്റ് ചേഞ്ച് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ഈ ഭാഗം ഇങ്ങനെ കൺസിഡർ ചെയ്യണം. അപ്പൊ y 0 തൊട്ട് 2 വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് എക്സ് നോക്കി, ഞാന് ഈ ഭാഗത്ത് എക്സ് നോക്ക്, ഇതെന്താ? 0 തൊട്ടിട്ട് 2 മൈനസ് എക്സ് വരെ. ഇവിടെയാണെങ്കിലോ 0 തൊട്ടിട്ട് ഈ ലൈൻ അല്ലേ, എക്സ് സ്ക്വയറിന്റെ ഈ ലൈൻ വരെ. ഇവിടെ 2 മൈനസ് എക്സ് ലൈൻ വരെയാണ്. അപ്പോൾ രണ്ടും ഡിഫറെന്റ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഇവിടെ വെച്ചിട്ട് ആണ് ഈ വാല്യൂ ചേഞ്ച് ആവുന്നത് അല്ലെ. ഈ ഇന്റർസെക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ടാണ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ട് റീജിയൻ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. i1ഉം i2 എന്ന് പറഞ്ഞിട്ട് രണ്ട് റീജിയൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളുടെ y എവിടെ വെച്ചിട്ടാണ്? എക്സും വൈയും 1 ആയിരിക്കുമ്പോഴാണ്, അതായത് y ഈക്വൽ ടു 1ൽ ഇത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പൊ എന്താണ്? y 0 to 1 വരെ. ആ സമയത്തുള്ള എക്സ് ഏതാണ്? ഇതല്ലേ. 0 to 1 വരെ ഉള്ള സമയത്തുള്ള എക്സിന്റെ ചേഞ്ച് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഉണ്ട്. അതിന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് y എന്ന് വരും അല്ലേ. 0 തൊട്ടിട്ട് റൂട്ട് ഓഫ് y വരെ അല്ലേ എക്സ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. മനസ്സിലായില്ലേ നിങ്ങൾക്കത്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി എന്ത് വരും? dx dy എന്ന് എഴുതി, പ്ലസ് അടുത്തത് 1 തൊട്ട് 2 വരെയുള്ള റീജിയൻ, 1 തൊട്ട് 2 വരെ, അവിടെ എക്സ് ചേഞ്ച് ചെയ്യുന്നത് എവിടെ നോട്ടാ? ഇത് എക്സ് 0. ഇതെന്താണ്? ഇതിന്ന് എനിക്ക് എക്സ് കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ എന്ന് കിട്ടും. അതായത് എക്സ് ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ടിട്ട് 2 മൈനസ് വൈ വരെയാണ്. dx dy ഇനി ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. അപ്പോ ഇന്റഗ്രൽ 0 to 1 dx-നെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് എന്ന് കിട്ടും. വാല്യൂ 0 to root 5 dy പ്ലസ് ഇന്റഗ്രൽ 1 to 2 dx-നെ ചെയ്ത എക്സ് എന്ന് കിട്ടും. 0 to 2 minus y dy, that is equal to integral of 0 to 1 root y dy plus integral 1 to 2 2 minus y dy. Okay, root y integration and the integral of y raised to 1 by 2 dy, അതാണല്ലോ root y, that is equal to y raised to 1 by 2 plus 1 divided by 1 by 2 plus 1 ആണ് വരും. That is
y raised to 3/2 എന്ന് കിട്ടും. ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാൻ 2/3 y raised to 3/2 എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2/3 y raised to 3/2. ഇനി അതിന് ലിമിറ്റ് 0 to 1 കൊടുക്കുക. പ്ലസ് അടുത്ത എന്തായിരുന്നു 2 മൈനസ് വൈ. 2 മൈനസ് വൈയുടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും 2y മൈനസ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത y²/2. അതിന് ലിമിറ്റ് 1 to 2 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് 2/3 പ്ലസ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 മൈനസ് 2²/2 എന്ന് വരും. 2 സ്ക്വയറും കട്ട് ചെയ്യും. എന്ത് ചെയ്യണം മൈനസ് ലോവർ ലിമിറ്റ് 2 മൈനസ് 1/2 എന്ന് കിട്ടും. That is 2/3 plus 4 minus 2 minus 2 plus 1/2. So, ഇത് cancel ആയി പോയി. That is equal to 4 plus 3 divided by 6 equal to 7/6. Okay.